നമസ്കാരം. നമ്മൾ ഇന്ന് കൃഷിയിൽ കുറച്ച് പരീക്ഷണങ്ങൾ നടത്തി വളരെ വിജയകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ശ്രീ ഉണ്ണിച്ചേട്ടനെയാണ് പരിചയപ്പെടുന്നത്. സാധാരണ ഒരുപാട് ആളുകൾ ഞാനടക്കം പച്ചക്കറി കൃഷിയിലേക്ക് വരാറുണ്ട്. പക്ഷേ ഉണ്ണിച്ചേട്ടൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരു ബാങ്ക് ഓഫീസറായിരുന്നു. അപ്പോൾ ഒരു 13 വർഷം സർവീസ് ബാക്കിയുള്ളപ്പോൾ ഒരു വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് കൃഷിയിലേക്ക് വന്നതാണ്. എന്ന് മാത്രമല്ല, 1/4 നൂറ്റാണ്ടായി ഇതിൽ തുടരുകയുമാണ്. ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവരെ കൃഷിയിലേക്ക് തിരിച്ചുവിടാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പച്ചക്കറി കൃഷിയെക്കുറിച്ച് എല്ലാവരും പറയുന്നത് വളരെ നഷ്ടമുള്ള ഒരു ഏർപ്പാടാണെന്നാണ്. പക്ഷെ അത് വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ് ഉണ്ണിച്ചേട്ടൻ. നമുക്ക് എങ്ങനെയാണ് ഉണ്ണിച്ചേട്ടൻ അത് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തോട് തന്നെ ഒന്ന് സംസാരിച്ച് മനസ്സിലാക്കാം. ചേട്ടാ നമസ്കാരം. ചേട്ടൻ ബാങ്ക് ഓഫീസറായിരുന്നല്ലോ. അപ്പോൾ ഈ ബാങ്കിൽ നിന്ന് റിട്ടയർമെൻറ്റിന് ഒരു 15 കൊല്ലം മുമ്പ് പുറത്തിറങ്ങിയല്ലേ ഈ കൃഷി ആരംഭിച്ചത്? എന്തുകൊണ്ടാണ്? ബാങ്കിൽ ഇരുന്നപ്പോഴും ഉണ്ടായിരുന്നു. നെടുമങ്ങാട് ഒരു ബാങ്കിൽ പോസ്റ്റിംഗ് വന്നു. അവിടെ എനിക്ക് കിട്ടിയ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഓഫീസറുമായിട്ടാണ്. അപ്പോൾ അവിടെ അഗ്രികൾച്ചർ ഓഫീസർ രണ്ടുണ്ട്. ഒന്ന് ടെക്നിക്കൽ സൈഡും ഉണ്ട്, യൂണിറ്റ് ഫൈനാൻസിംഗും ഉണ്ട്. അപ്പോൾ ടെക്നിക്കൽ സൈഡിൽ അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ്സിനുള്ളതാണ്. ഞാൻ പിന്നെ നമുക്ക് യൂണിറ്റ് ഫൈനാൻസ്, ഇത്ര സെൻറ്റിന് ഇത്ര വാഴ വയ്ക്കുക, അല്ലെങ്കിൽ ഇത്ര കപ്പ നടാം, അങ്ങനെയൊക്കെ ഉള്ള ഫൈനാൻസിങ് കാൽക്കുലേഷനിൽ കൂടി വി ഗീവ് ലോൺസ് ടു ഫാമേഴ്സ്. അപ്പം അങ്ങനെ ഞാൻ പയ്യെ ഒരു ബ്യൂറോക്രാറ്റിൽ നിന്ന് ഒരു ഫാർമറിലോട്ടുള്ള അകലം കുറച്ച് വരെ അതിലോട്ട് ഇൻട്രസ്റ്റ് വന്നു. ബാങ്കിൽ പോകുമ്പോഴും ഞാൻ രാവിലെ 5 to 6 ബാഡ്മിൻ്റനൊക്കെ കളിച്ചിട്ട് പിന്നെ കുറച്ച് കൃഷി ചെയ്ത്, അന്ന് ഇവിടെയൊക്കെ ചതുപ്പ് നിറങ്ങളായിരുന്നു. അപ്പോൾ എന്നാലും ഞാൻ ഉള്ള സമയത്തൊക്കെ ചെയ്ത് ചട്ടികളൊക്കെ വാങ്ങിച്ച് ചെയ്ത് അങ്ങനെയാണ് ജീവിതത്തിന് ബാങ്കിലോട്ട് പോകുന്നു. അപ്പം അങ്ങനെ എനിക്ക് 2001 ഭാഗ്യത്തിന് VRS ഓപ്ഷൻ വന്നു. അതിനുശേഷമാണ് ഈ കൃഷിയിലോട്ട് ഫുൾ ടൈം ആവുന്നതും പിന്നെ ഉച്ചയ്ക്ക് ശേഷം സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ. അപ്പം കൃഷി എന്ന് വെച്ചാൽ ഫുൾ ടൈം ഒരു പാഷനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സെലിബ്രേഷനാണ്. ഐ എൻജോയ് എവരി മൂമെൻറ്റ്. രാവിലെ ഒരു 4:30 കഴിച്ചാൽ നേരം വെളുത്താൽ ഞാൻ കൃഷിയിൽ ഇതിലോട്ട് ഇറങ്ങും. മണ്ണ് തൊട്ടാൽ പിന്നെ എനിക്ക് പിന്നെ വേദിയിലോട്ടുള്ള ലൈഫ് എനിക്കൊരു വിഷയമേ അല്ല. അപ്പോൾ അതിലൊരു കാര്യം ചോദിച്ചു, ചേട്ടൻ ഈ കൃഷിയുടെ പ്രാഥമിക പാഠങ്ങൾ അതെങ്ങനെ പഠിച്ചു? പ്രാഥമിക പാഠങ്ങൾ കുറേയൊക്കെ എനിക്ക് കൊച്ചിലെ ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അച്ഛന് ഒരു കമ്പനി, ഇന്ത്യൻ റെയർസ് എന്നുള്ള കമ്പനിയിൽ ഉദ്യോഗം ഉണ്ടല്ലായിരുന്നു. അപ്പോൾ അച്ഛനും ഇതുപോലെ ഒരു ഡിസിപ്ലിൻ, ഒരു മെറ്റിക്കുലസ് ആയിട്ട് ലൈഫ്. രാവിലെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ കുറച്ച് സ്ഥലമേ ഉള്ളൂ, ഒരു 50 സ്ക്വയർ ഫീറ്റിനുള്ള സ്ഥലത്ത് വൃത്തിയായിട്ട് കൃഷി ചെയ്യുക. ഞങ്ങൾ തന്നെ അതിൻ്റെ ഈൽഡെല്ലാം എല്ലാ ക്വാർട്ടേഴ്സിൻ്റെ വീടുകളിൽ കൊണ്ട് ചുമ്മാ കൊടുക്കുക. പിന്നെ ഞങ്ങൾ എനിക്കൊരു അരി തന്നെ ഉള്ളു. ഞങ്ങൾ അന്നൊക്കെ റോഡിലൊക്കെ ഒരുപാട് ചാണകം കിട്ടുമായിരുന്നു. കാളവണ്ടികളും പശുക്കളും എല്ലാം മേയുന്ന സ്ഥലത്ത് ആൾ താമസം കുറവായിരുന്നല്ലോ അവിടേക്ക്. ഞങ്ങൾ രാവിലെ കഴിച്ച് ഒരു കവറുമായിട്ട് റോഡിലുള്ള ചാണകമെല്ലാം മറക്കി അച്ഛനും കൊണ്ടു കൊടുക്കും. വളരെ കൃത്യമായിട്ടൊരു പാറ്റേണിലാണ് ഈ സാധനങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നതും. അത് ആക്ച്വലി ഇതൊരു ഡിസ്പ്ലേക്കായിട്ടുള്ള കൃഷി പോലെ തോന്നാറുണ്ട് പലപ്പോഴും. പക്ഷേ ലാർജ് സ്കെയിൽ ചെയ്യുമ്പോൾ അത് ഒരിക്കലും ഡിസ്പ്ലേക്ക് അല്ല എന്നും പറയാം. കാരണം ഓരോ ഇഞ്ച് സ്ഥലവും പ്രയോജനപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം അതിലുണ്ടെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ടെറസിൻ്റെ മുകളിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒരിടത്തും സ്ഥലം വേസ്റ്റ് ആവുന്നില്ല, വൃത്തികേടായിട്ട് കിടക്കുന്നുമില്ല. കൃഷിക്ക് ഇപ്പോൾ സ്പേസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഹൊറിസോണ്ടൽ സ്പേസും വെർട്ടിക്കൽ സ്പേസും മൊത്തം മുകളിൽ നമുക്ക് കൃഷിയിലോട്ട് മാറ്റാൻ പറ്റും. ഇപ്പം നമ്മൾ താഴെ നട്ട് കഴിഞ്ഞാൽ പന്തലിൽ ഇപ്പം ക്രീപ്പേഴ്സ് വളർത്തി കഴിഞ്ഞാൽ ഈ വിൽ ബി മൂവ്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ കർഷകരെ പഠിപ്പിക്കാനും മറ്റുള്ളവർ സ്ഥലമില്ലാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് വെർട്ടിക്കലായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് കൂടിപ്പോയി 5-6 സ്ഥലം മതിയല്ലോ. ലീഫി വെജിറ്റബിൾസ് എങ്ങനെ വേണമെങ്കിലും വളർത്താം. കുറച്ച് വെയിൽ തീർച്ചയായിട്ടും വേണം. ഞാൻ ഒരിക്കൽ ചേച്ചിയോട്, ചേട്ടൻ്റെ ഭാര്യയോട് ചേച്ചിയുടെ ഇതിലെ ഒരു കോൺട്രിബ്യൂഷൻ എന്താണെന്ന്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞത്, എൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എനിക്കിവിടെ മുഴുവൻ പൂച്ചെടി വെക്കാൻ ഇഷ്ടമാണ്, ഞാനതൊക്കെ സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അല്ല, ഞാൻ പറഞ്ഞത് അതിന് തന്നെ ഒരു കാരണം, ഇത് ഏകദേശം ഒരു പൂച്ചെടിയെ റീപ്ലേസ് ചെയ്യുന്ന തരത്തിൽ ഒരു ഗാർഡൻ്റെ സ്വഭാവം ഈ ചേട്ടൻ്റെ പച്ചക്കറിക്ക് ഉള്ളതുകൊണ്ടായിരിക്കാം ചേച്ചി ഒരു പക്ഷേ ഒരു അഡ്ജസ്റ്റ്മെൻ്റായിട്ട് ഈ പച്ചക്കറി ആയാലും ചെടിയായാലും വീടിന് കാണാൻ ഭംഗി ഉണ്ടാകുന്ന തരത്തിൽ. അത് നമുക്ക് എപ്പോഴും വാല്യൂ അഡീഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് യൂട്ടിലിറ്റി കൂടുതലുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ? അതെ. അപ്പോൾ ആ സ്ഥലം ഇഷ്ടപ്പെടുമ്പോൾ ഇവിടെ തന്നെ ഏകദേശം ഓൾമോസ്റ്റ് 14 സെൻറ്റ് സ്ഥലമുണ്ട്. സ്ഥലം ഇപ്പോൾ ടെറസിലാണെങ്കിൽ സ്ഥലമുണ്ട്. അവിടെ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാം. ഇവിടെ ഞാൻ സ്പേസ് ഇപ്പോഴത്തെ കുറച്ച് സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഉണ്ടല്ലോ, നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്, അതൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ കൂടുതലും എനിക്കും ഇഷ്ടം തന്നെയാണ്, പൂക്കൾ ഇഷ്ടം തന്നെയാണ്. പക്ഷെ നമ്മൾ കൂടുതലും നമുക്ക് ആഹാരമാണ് ഇമ്പോർട്ടൻ്റ്. പലരും കൃഷിക്കാരെ കുറ്റം പറയുന്നത് കണ്ടിട്ടുണ്ട്.
അവർ വിഷമടിക്കുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് വിഷമടിച്ചാണ് വരുന്നത്. അപ്പം ഞാൻ അവരുടെ തിരിച്ച് ചോദിക്കാൻ, നമ്മുടെ ഫാമിലിയെ നല്ല ആഹാരം കൊടുക്കേണ്ടത് നമ്മുടെ കൃഷിക്കാരുടെ റെസ്പോൺസിബിലിറ്റി അല്ല, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എനിക്കോ ഹരിക്കോ നമ്മുടെ ഫാമിലിക്ക് നല്ല കൊടുക്കണമെങ്കിൽ നമ്മളാണ് ആദ്യം അതിന് ഇനിഷ്യേറ്റ് എടുക്കുക. അപ്പോൾ അതിന് എല്ലാ വീട്ടിൽ ചെന്നാലും ഒരു ആവറേജ് 20 മിനിമം 20 to 50 ചെറിയ ചെട്ടുകൾ കാണാത്ത വീടുകൾ കാണുന്നത്. അവിടെ എല്ലാം പോകാൻ വലിയ അത് ആയിക്കോട്ടെ, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു 20 ചട്ടിയിൽ നമുക്ക് മൈക്രോ ഗ്രീൻസ് ഉണ്ടാക്കാം, പിന്നെ ഇതുപോലെ ചീര ഉണ്ടാക്കാം, ഇങ്ങനെയുള്ള ഇലച്ചെടികൾ മാത്രം ഉണ്ടാക്കാൻ വരും. അപ്പം അത് ആളുകൾക്ക് ഒരുപാട് അതിന് കുറേ പേർക്കൊക്കെ മാറ്റം വരും. ഈ ചേട്ടൻ്റെ ഒരു റവന്യൂ മോഡൽ എന്താണ്? പച്ചക്കറി വിൽപ്പനയല്ലേ ഇവിടെ, പച്ചക്കറി ചെടിയല്ലേ കൂടുതലും പോകുന്നത്, എന്താണ്? അതെ, ഇത് റവന്യൂ ആയിട്ട് ബന്ധമില്ല. എൻ്റെ റവന്യൂ എൻ്റെ അറിയാലോ, ഞാൻ ബാങ്ക് ഓഫീസർ, ഇത് റവന്യൂക്ക് വേണ്ടിയല്ല. അല്ല, പക്ഷേ ഞാൻ ഇത് നടത്തിക്കൊണ്ട് പോകാനുള്ള പണ്ട് ഞാൻ നെടുമങ്ങാട് കുറച്ച് കൃഷി ചെയ്യുമായിരുന്നു, കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അപ്പം കുറച്ച് കൃഷി ചെയ്യുമായിരുന്നു. അപ്പം പക്ഷെ ഞാൻ ചീരയൊക്കെ കെട്ടായിട്ട് അന്ന് എനിക്ക് വാഗനാറായിരുന്നു. വാഗനാറിൻ്റെ ബാക്കിൽ ഒരു 10-25-50 പിടിയൊക്കെ ചുറ്റി നമുക്ക് ഒരു പയ്യനും ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ തിരുവനന്തപുരം പട്ടണത്തിൽ സ്റ്റാച്യു പാളയത്തൊക്കെ ഇട്ട് അത് വിൽക്കുന്നു. അത് റവന്യൂക്ക് വേണ്ടിയല്ല, ഒരു കാഴ്ചപ്പാടിൻ്റെ വേണ്ടിയാണ്. ആളുകൾക്ക് പോസിബിലിറ്റി നമ്മുടെ ആ ഒരു വൈറ്റ് കോളർ രീതിയിൽ നിന്ന് മാറി ചിന്തിക്കണം എന്നുള്ളൊരു സാധനം വെളിയിലേക്ക് കണ്ടിട്ടില്ല. ഫാമിലി ആയിട്ട് അവരുടെ ഗാർഡൻ പ്രോഡക്ട്സ് കൊടുക്കുന്നത്, അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ഞാനത് ചെയ്തുകൊണ്ടിരുന്നത്. ആവറേജ് ഒരു മിനിമം 50 to 100 റുപ്പീസ് ഓൾമോസ്റ്റ് ഡെയിലി എനിക്ക് പച്ചക്കറിയായിട്ട് വീട്ടിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതാണല്ലോ റവന്യൂ എന്ന് പറഞ്ഞത്. അത് വെളിയിൽ നിന്ന് പച്ചക്കറി 100 രൂപ വാങ്ങിക്കുന്നത്, ആ 100 രൂപ ഐ എം സേവിങ് ആസ് റവന്യൂ. അതെനിക്ക് അതാണല്ലോ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ കറൻസി ആയിട്ട് എൻ്റെ കയ്യിൽ വേണം നിർബന്ധമില്ല. പിന്നെ ഇപ്പോൾ ചേട്ടന് ഇപ്പോൾ ഒരാളെ ഒരു സഹായിയെ വെച്ചിട്ട് അയാൾക്ക് ഒരു ജീവിതമാർഗ്ഗം ഇതിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ ചെടി വിൽക്കുന്നൊക്കെ ചേട്ടൻ്റെ ഒരു അസിസ്റ്റന്റ്, അദ്ദേഹത്തിന് സാമാന്യം നല്ലൊരു വരുമാനം. ചേട്ടൻ ഈ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നു, ജോയി അത് വിൽക്കും, ജോയി കൊടുക്കുന്നു. അപ്പം ജോയിക്ക് ഇപ്പം തെറ്റില്ലാത്ത വരുമാനമായി, പുള്ളി ഒരു ഓണ്ടർപ്രണറായി. ലാഭമാണോ നഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു 500 കൊടുത്ത് സിനിമ കാണുന്നത് ലാഭമാണോ നഷ്ടമാണോ? അതിന് വാല്യൂ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് സന്തോഷത്തിന് വേണ്ടിയാണ് സിനിമ കാണുന്നത്. അതുപോലെ എനിക്കതിൽ കറൻസി ആയിട്ടൊരു ഇന്റർമീഡിയറി വേണ്ട. ഞാൻ കരുതുന്ന ആക്ടിവിറ്റി ഐ എൻജോയ്, എനിക്ക് അതിൻ്റെ സന്തോഷമായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ പാഷൻ ഒരാൾക്ക് വ്യക്തിയുടെ ജീവിതത്തിലോട്ട് മാറുന്നു, ആ ജീവിതം വളരുന്നു, അതിൽ കൂടി സമൂഹത്തിലോട്ട് മാറുന്നു, സമൂഹത്തിൽ കുറെ കൂടെ കൃഷിക്കാർ വരുന്നു, സാധനങ്ങൾ വരുന്നു. അപ്പം അങ്ങനെ ഒരു സ്പ്രെഡ് ഉണ്ടാക്കുന്നത്, അതാണ് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു ഫിലോസഫി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് സ്വന്തമായിട്ട് ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ അത്യാവശ്യമായിട്ട് ഒരു മാസം 10-20,000 രൂപ ഉണ്ടാക്കാൻ, പക്ഷെ അതിൽ ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ കുരുമുളക്, ബുഷ് പെപ്പർ, അത് ഉണ്ടാക്കി കൊടുത്താൽ അത് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് മുളകുണ്ട്, ഈ മറ്റേ മാലിമുളക് എന്ന് പറയും, ഉടങ്കൊല്ലി മുളക് എന്ന് പറയും, അത് മാത്രം ഒരു 10-100 ഇതുണ്ടെങ്കിൽ ദിവസം ചെയ്യും. മാസം ഒരു 10,000 രൂപ ഉണ്ടാക്കാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ദിവസം 300 രൂപ ഉണ്ടാക്കിയാൽ മതി. 10 ദിവസം 3,000, 30 ദിവസം ആകുമ്പോഴത്തേക്കും 10,000 രൂപയായി. അപ്പം അത് നമുക്ക് ഇത്രയും അതിൽ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്താൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെർട്ടിക്കൽ സിസ്റ്റം, ഹൊറിസോണ്ടൽ സിസ്റ്റം കൂടെ പ്ലാൻ ചെയ്താൽ ഓൾമോസ്റ്റ് മോർ ദാൻ 50,000 റുപ്പീസ് ഉണ്ടാക്കാവുന്നതാണ് എൻ്റെ വിഷയം. ഞാൻ നോക്കിയിട്ടില്ല, പക്ഷേ കണക്കുകൾ നോക്കുമ്പോഴത്തേക്ക് അത് ഇറ്റ്സ് പോസിബിൾ. ഇപ്പം ചീര തന്നെ ഇരിക്കുന്നു ഉള്ള സ്ഥലത്തൊക്കെ, ഇപ്പോൾ നമ്മൾ അപ്പോൾ അവിടെ ഇരിക്കുന്ന റോയില് വെർട്ടിക്കൽ സിസ്റ്റത്തിൽ എടുത്ത് വെച്ചാൽ ഒരു ദിവസം 300 രൂപ കൊണ്ടൊക്കെ ചീര വേണം. 10 പിടി മതി. 10 പിടിയാകുമ്പോൾ 300 രൂപ, 30 രൂപയ്ക്കായപ്പോലും 300 രൂപയായി. ഇതിലൂടെ ചേട്ടൻ എത്ര പേരെ ഈ കൃഷിയിലേക്ക് തിരിച്ചു വിട്ടിട്ടുണ്ടെന്ന് കണക്കുമല്ലോ? കണക്കായിട്ടില്ല, എന്നാലും ആ നെറ്റ്വർക്ക് നോക്കിയാൽ ഒരുപാട് പേര് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പ്രൊസ്യൂമർ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിന്റെ മനസ്സിൽ, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസർ കം കൺസ്യൂമർ. അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കി, നമ്മൾ തന്നെ ഡയറക്റ്റ് ടു കൺസ്യൂമർ. അതാണ് എൻ്റെ ബിസിനസ് പ്രൊഫഷനിൽ ഞാൻ ആ രീതിയാണ് ഉണ്ടാക്കുന്നത്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലാണ്, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലാണ്. പലരും പറയുന്ന ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് കൃഷി ചെയ്യണമെന്നുണ്ട്, പക്ഷേ സമയമില്ല എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചേട്ടൻ എന്ത് പറഞ്ഞു? ചേട്ടൻ ജോലിയിലിരുന്ന സമയത്ത് ഇത് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതെ, തീർച്ചയായിട്ടും അതൊരു ലെയിം എക്സ്ക്യൂസാണ്. നമുക്കൊരു സ്ഥലത്ത് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് സമയം കണ്ടെത്തുക ഓട്ടോമാറ്റിക്. നമുക്ക് ഇത് കിടക്കുന്നതിന് 1/2 മണിക്കൂർ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യും, ഇരിക്കുന്നത് 1/2 മണിക്കൂർ നേരത്തെ ആവും. അത് ഇതിന് ഇപ്പം എനിക്ക് ഇത്രയും സ്ഥലം ചെയ്യാൻ തന്നെ എനിക്ക് മാൻഡേറ്ററി ആയിട്ട് ടേക്ക് ഓൺലി ഹാഫ് ആൻ അവർ. രാവിലെ ഒരു 15 മിനിറ്റ് കൊണ്ട് മൊത്തം ടെറസ് അടക്കണി വെള്ളം ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, നിന്നുകൊണ്ട് ഒഴിക്കാവുന്ന രീതിയിൽ.
അപ്പോൾ നമുക്ക് പ്ലാന്റ് ആണെങ്കിൽ ഇറ്റ് ഇസ് പോസിബിൾ. മാക്സിമം 10 ബാഗ് ഗ്രോ ബാഗ്, ജോലിക്ക് പോകണമെങ്കിൽ 10 ഗ്രോ ബാഗ് മതി. അപ്പൊ അങ്ങനെ ചെയ്യാൻ ടൈം ഒരു പ്രശ്നമില്ല. പിന്നെ സ്ഥലം ഒരു ഈ പലർക്കും ബുദ്ധിമുട്ടാണ്. അതിന് നമുക്ക് കൺസോർഷ്യം പോലെ ചെയ്യാവുന്ന ഒരു 10 പേര് ചേർന്ന് കുറച്ച് സ്ഥലം എടുത്തിട്ട് രാവിലെ, അത് നല്ലതല്ലേ, ഒരു പണ്ടത്തെ ക്ലബിലൊക്കെ പോകുന്നവര് രാവിലെ ഇരുന്ന് വർത്താനം പറയുക. നമ്മുടെ ഈ പച്ചക്കറി കൃഷിയിൽ പറയുന്ന ഏറ്റവും വലിയ 2 കാര്യങ്ങൾ, ഒന്ന് ഈ കീടനാശിനിയുടെ ഉപയോഗവും ഈ രാസവളത്തിന്റെ ഉപയോഗവും അമിതമായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അത് ചേട്ടൻ എങ്ങനെയാണത്? പ്ലാന്റ്സിനെ നമ്മൾ ഇപ്പോൾ എല്ലാവരും പയറിൽ മുഞ്ഞ വരുന്നല്ല, മുഞ്ഞ വരാതിരിക്കാനുള്ള സംവിധാനം ഉണ്ട്. അപ്പം നേരത്തെ ഒരു 5 ലീഫ് വരുമ്പോഴേ നമുക്ക് എനിത്തിങ്, നീ വെറും നീമാണെങ്കിൽ നീം, അല്ലെങ്കിൽ ഗോമൂത്രമാണെങ്കിൽ ഗോമൂത്രം, എന്തെങ്കിലും ഒരു റിപ്പല്ലൻ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന 100% ഷുവർ ഒരു അസുഖമില്ല. പിന്നെ വൈറസ് പോലെയുള്ള ചില വരും നമുക്ക് ബിയോണ്ട് അവർ കൺട്രോൾ അതിൽ വരും. പക്ഷേ നോർമലി ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ട് പറഞ്ഞിട്ട് എല്ലാം വളരെ പച്ചപ്പായിട്ടാണ് കാണുന്നത്. പിന്നെ എല്ലാ ഒരു 3 to 4 days ഞാൻ ഫോളിയർ സ്പ്രേ കൊടുക്കും. അതാണ് ഞാൻ കൂടുതൽ വളം കൊടുക്കുന്നത്. വളമായിട്ട് കൊടുക്കുന്നത് അല്ലേ? വളമായിട്ട് കൊടുക്കുന്നത് ഇലകളിലാണ് നേരിട്ട്. ഒരു പ്രത്യേകത ഉള്ളത് ചേട്ടാ, ഇവിടെ ഒരു ഐറ്റം അല്ല. ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഞാനിപ്പോൾ ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ തന്നെ മിനിമം ഒരു 40 ഐറ്റമെങ്കിലും കാണുന്നുണ്ട് ചെടികൾ. ഞാൻ അത്യാവശ്യമായിട്ട് അല്ല, അതും ഒരു പ്ലസ് പോയിന്റ് ആണ്. കാരണം അങ്ങനെ പലതരം ചെടികൾ ഇടകലർന്ന് നിൽക്കുമ്പോൾ ഈ ഒരു ചെടിയെ വരുന്ന പ്രാണി വേറെ ഒരെണ്ണത്തെ വരുന്നതായിരിക്കില്ല. ഇതെന്റെ ശരിക്കും പറഞ്ഞാൽ ബ്രദറിനോട് വാങ്ങിച്ച സാധനമാണ്. പക്ഷെ ഇതിൽ തന്നെ മുളകുണ്ട്, തക്കാളിയുണ്ട്, ചീരയുണ്ട്, പയറുണ്ട്, മിന്റ് മറ്റേ മിന്റ് തുളസിയുണ്ട്. മിന്റ് തുളസിയുണ്ട്. ഇനി എനിക്ക് ഇവിടെ പാലക്ക് നടണം. പാലക്ക് ഇപ്പോഴേ വിത്ത് കിട്ടിയുള്ളൂ. അപ്പം ഇത്രയും സ്ഥലം മതി ഒരാൾക്ക്. ഇതിപ്പോ പാലക്ക് ഒരു റോയിലുണ്ടെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസത്തേക്ക് പാലക്ക് എന്തെങ്കിലും വയ്ക്കാം, ചീര വയ്ക്കാം. അപ്പൊ ഇങ്ങനെ ഈ സിസ്റ്റത്തിൽ ഇപ്പൊ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് ആ വെള്ള ആയിരിക്കുന്നതൊക്കെ. അതൊരു ലെയർ സിസ്റ്റത്തിലുള്ളതാണ്. അപ്പൊ അതൊക്കെ പരീക്ഷിച്ച് നോക്കണം. നമ്മൾ പലരും നമ്മളെല്ലാം ട്രയൽ ആൻഡ് എററാണ്. നമ്മൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പലരും ചെയ്ത് അത് ചെയ്യാൻ പറ്റുമോ, അത് നട്ട് ചിലരിക്കും ഞാൻ കൃഷി ചെയ്യുന്നില്ല. നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടോ? അതില്ല. നമ്മൾ ചെയ്ത് നോക്കൂ, എന്നാലല്ലേ കീടം വരുമില്ല എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ 2 വർഷം കഴിയുന്നു. 2 വർഷം കഴിഞ്ഞ് 1 മാസം കൂടെ ആദ്യം 500, ഒരു മാസം 500 രൂപയ്ക്കുള്ള കച്ചവടമായിരുന്നു. അത് പയ്യെ 1000 rupees ഇങ്ങനെ പോകുന്നു. ഒരു ഗ്രാഫ് ഉണ്ട്, എല്ലാ ബിസിനസ്സിനും ഉണ്ട് ഗ്രാഫ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ now it reached beyond 2000 rupees. അതിന് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് 5000 ആകുമ്പോൾ ഇവർക്ക് ഒരു ദിവസം ഒരു ബിറ്റ്വീൻ ഓൾമോസ്റ്റ് 30% to 50% നമുക്ക് റവന്യൂ എടുക്കും. എന്തായാലും ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും കൃഷിയിലേക്ക് ഒരാൾക്കെങ്കിലും വരാൻ തോന്നിക്കഴിഞ്ഞാൽ, എനിക്ക് ഒരു ചെറിയ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു പഠന കേന്ദ്രം പോലെ വന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കുട്ടികൾ വരാറുണ്ട് ഇടയ്ക്ക്. കേരളത്തിലെ പച്ചക്കറി കടകളിൽ കാണുന്നതിൻ്റെ 90% പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികളാണ് എന്ന് മാത്രമല്ല, അതിൽ വലിയൊരു ശതമാനം തന്നെ നമ്മൾ സാധാരണ പണ്ട് ഉപയോഗിച്ചിട്ടില്ലാത്ത സാധനങ്ങളുമാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 40ഓളം പച്ചക്കറി ഇനങ്ങൾ ഒരു 14 സെൻറ്റ് സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കുകയും അതിലുപരിയായിട്ട് ഈ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ തൈകളും മറ്റും വിൽക്കാനായിട്ട് ഒരാളെ ഏൽപ്പിച്ച് അയാൾക്കൊരു ജീവിതമാർഗ്ഗം, സാമാന്യം നല്ല രീതിയിൽ ജീവിക്കാനുള്ള വരുമാനം അതിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു മാതൃകയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കൂടുതൽ പച്ചക്കറി കൃഷിയിലേക്ക് താല്പര്യം കൊടുക്കാനുള്ള പരിപാടികൾ, ആളുകളെ കൊണ്ട് ഇത് കൂടുതൽ ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെ കുറേ അധികം ആശയങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പറയുകയല്ല, പ്രവർത്തിച്ച് കാണിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ കൂടുതലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളുടെ പ്രവർത്തനം നമ്മൾ കൂടുതൽ പേർക്ക് അറിയാൻ പറ്റുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതൊരു മൂവ്മെൻ്റായിട്ടൊക്കെ വളർന്നു വരാവുന്ന ഒരു സംഗതിയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ ആകും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് അവസാനിപ്പിക്കാം.